ഹലോ. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് നമ്മൾ കുട്ടികളോടൊക്കെ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ, ഫോർ എക്സാമ്പിൾ നമ്മൾ പറയാണ്, നിങ്ങൾ കഴിച്ച പാത്രം ഒന്ന് കഴുകി വെച്ച്. അപ്പോൾ അവരുടനെ പറയും, അമ്മ ഇതെൻ്റെ പണിയൊന്നുമല്ല, അമ്മ കഴുകി വെക്കുക, എനിക്ക് പറ്റില്ല. അങ്ങനെയൊക്കെ പറയാറുണ്ടല്ലേ കുട്ടികൾ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താ? കുട്ടികളെയും കൊണ്ട് ഉടനെ നമ്മളത് ചെയ്യണോ, അതോ അവരെയും കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കണോ? എൻ്റെ അഭിപ്രായം പറയുവാണെങ്കിൽ, ഇത്തിരി വഴക്ക് പറഞ്ഞിട്ടാണെങ്കിലും അവർ ചെയ്യേണ്ട കാര്യങ്ങൾ അവരെയും കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കണം എന്നാണ്. കാരണം നമുക്കറിയാം, ഒരു 5 വയസ്സൊക്കെ കഴിയുമ്പോൾ തന്നെ ആൺകുട്ടി ആയിക്കോട്ടെ പെൺകുട്ടി ആയിക്കോട്ടെ ചെറിയ ചെറിയ ജോലികൾ അവരെ ചെയ്ത് തന്നെ പഠിപ്പിക്കണം. എല്ലാ ആൾക്കാരും പറയാറുള്ളതാണ്. എന്ന് വെച്ചാൽ അവർക്ക് ചെയ്യാൻ പറ്റുന്ന ജോലികളുണ്ടല്ലേ, അവർ കഴിച്ച പാത്രം കഴിക്കുക, അവർക്ക് ചെയ്യാൻ പറ്റിയ അവർ കിടക്കുന്ന ബെഡ്ഷീറ്റ് അവരെയും കൊണ്ട് തന്നെ വിരിപ്പിക്കുക, അവർ സ്കൂളിൽ നിന്ന് വന്നു കഴിയുമ്പം അവരിട്ട ഡ്രസ്സ് അവരെയും കൊണ്ട് തന്നെ വാഷ് ചെയ്യിക്കാൻ ഇടിയിപ്പിക്കുക. ഇതുപോലെയുള്ള ചെറിയ ചെറിയ ജോലികൾ 6 വയസ്സ് തൊട്ട് അല്ലെങ്കിൽ 5 വയസ്സ് കഴിയുമ്പോൾ തൊട്ട് നമ്മൾ അവരെ ശീലിപ്പിക്കണം. അവർ ആദ്യം മടി പറയുമോ, അതോ ഉറപ്പായിട്ടും അവർ മടി പറയുക തന്നെ ചെയ്യും എന്ന് വിചാരിച്ച് ഉടനെ പാവമല്ലേ നമ്മളവരെ സഹായിച്ചേക്കാം എന്നോർത്ത് അവരെ നമ്മൾ സഹായിക്കാൻ പോകരുതെന്ന് തന്നെയാണ്. ഇച്ചിരി സ്ട്രിക്റ്റ് ആയിട്ടാണെങ്കിലും അക്കാര്യങ്ങളൊക്കെ അവരെ പഠിപ്പിക്കണം. ഇവിടെ ഇപ്പം നമ്മൾ ജോലി ചെയ്യുന്ന പേരൻസ് ആണെങ്കിൽ ഇതൊക്കെ ചെയ്യിപ്പിക്കാറുണ്ട്, കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കാറുണ്ട്. പക്ഷേ നാട്ടിലെ സംബന്ധിച്ചിടത്തോളം ജോലിക്ക് പോകാത്ത പേരൻസ് അല്ലെങ്കിൽ ഗ്രാൻഡ് പേരൻസിൻ്റെ കൂടെ വളരുന്ന കുട്ടികളോടനെ ഗ്രാൻഡ് പേരൻസ് പറയും, അയ്യോ കുഞ്ഞല്ലേ, അവനെ കൊണ്ട് അത് ചെയ്യിപ്പിക്കാതെ, അല്ലേ മോളെ അവളെയും കൊണ്ട് അത് ചെയ്യിപ്പിക്കാതെ. അങ്ങനെ ഗ്രാൻഡ് പേരൻസ് ആണെങ്കിൽ പോലും പറയരുത്. കാരണം ഇന്നത്തെ ലോകം മാറുവാണ് അല്ലേ. അപ്പം നമ്മൾ അവരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് എത്രത്തോളം അവർക്ക് ചെയ്യാൻ പറ്റുന്നു അത്രത്തോളം അവരെയും കൊണ്ട് ചെയ്യിപ്പിക്കണം. പണ്ടത്തെ കാലത്ത് നമുക്കൊരു ഇതുണ്ടായിരുന്നു, ആൺകുട്ടികൾക്കായിട്ട് ഈ ജോലികൾ, പെൺകുട്ടികൾക്കായിട്ട് ഈ ജോലികൾ. ഇന്ന് അങ്ങനെയൊന്നുമില്ല, എല്ലായിടത്തും ഈക്വാലിറ്റിയാണ് അല്ലേ. എവിടെ നോക്കിയാലും ഇപ്പം നമ്മൾ പെൺകുട്ടികളെ സ്പെഷ്യലായിട്ട് അല്ലെങ്കിൽ ആൺകുട്ടികളെ സ്പെഷ്യലായിട്ട് നോക്കുന്നൊന്നുമില്ല. എല്ലാ പേരൻസിനും 2 പേരെയും ഈക്വലായിട്ട് നോക്കി വളർത്തുന്നവരാണ്. ഈ കുട്ടികളാണ് നാളെ വളർന്നു വന്ന് നാളെ കുടുംബജീവിതം നയിക്കേണ്ട കുട്ടികൾ. അപ്പം ഈ കുട്ടികൾ ഇതെൻ്റെ ജോലിയല്ല, ഇത് എൻ്റെ വൈഫ് അല്ലെങ്കിൽ എൻ്റെ ഹസ്ബൻഡ് ജോലിയാണെന്ന് മാറി നിന്നാൽ അവരുടെ കുടുംബജീവിതം തന്നെ അവതാളത്തിലാവും അല്ലേ. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? ചെറുപ്പത്തിലെ തന്നെ അവരെയും കൊണ്ട് പറ്റുന്ന ജോലികൾ അവരെയും കൊണ്ട് ചെയ്ത് പഠിപ്പിക്കുക അല്ലേ. അന്നേരം ഇപ്പോൾ അവർക്ക് വലുതാകുമ്പോൾ സന്തോഷത്തോടെ അവരെ പാർട്ട്ണറിനെ സഹായിക്കാൻ പറ്റും. അവരൊരിക്കലും പാർട്ട്ണർ അത് ചെയ്തു തരുമോ അല്ലെങ്കിൽ കണ്ടറിഞ്ഞ് കാര്യങ്ങൾ ചെയ്യാൻ അവർ പഠിക്കും. അപ്പം നമ്മളെല്ലാവരും അങ്ങോട്ട് ചെന്ന്, നമ്മളെ പേരൻസ് ഇപ്പോഴേ കുട്ടികളെ അങ്ങോട്ട് ചെന്ന് അവരുടെ ഡ്രസ്സ് കഴുകാനിടുന്നു, അല്ലെങ്കിൽ അവരുടെ പാത്രം കഴുകി വെക്കുന്നു, അല്ലെങ്കിൽ അവരെയും കൊണ്ട് സോക്സ് പോലും ഒരുക്കാൻ സമ്മതിക്കാതെ അതുവരെ ഇട്ട് കൊടുക്കുന്നു. അപ്പം നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവരെ ശീലിപ്പിച്ചാൽ അവർ ഒരിക്കലും ഇൻഡിപെൻഡൻ്റ് ആവത്തില്ല. അവരെപ്പോഴും ഒരാളെ ഡിപ്പെൻഡ് ചെയ്ത്, അല്ലെങ്കിൽ എനിക്ക് ആരെങ്കിലും ചെയ്തു തരാനൊരു ആൾ അപ്പുറത്തുണ്ട്, അത് അവരുടെ ഡ്യൂട്ടിയാണ്, എനിക്കിതൊന്നും ചെയ്യേണ്ട, എനിക്ക് ചുമ്മാ ഇരിക്കണം എന്നൊരു ചിന്ത അവരിൽ വളരും. അപ്പം നമ്മൾ ഒരിക്കലും അങ്ങനെ ഒരു മെൻറ്റാലിറ്റി കുട്ടികളിൽ പ്രോത്സാഹിപ്പിക്കരുത്. അവരെ എത്രത്തോളം ഇൻഡിപെൻഡൻ്റ് ആക്കാവോ അത്രത്തോളം നമ്മൾ അവരെ ഇൻഡിപെൻഡൻ്റ് ആക്കണം. കുട്ടികൾ ചിലപ്പോൾ ഇങ്ങനെ പറയും, എനിക്ക് ചെയ്യാൻ പറ്റില്ല, ഇതെൻ്റെ ഡ്യൂട്ടിയല്ല, എനിക്ക് പഠിക്കാനുണ്ട്, അങ്ങനെ 100 എക്സ്ക്യൂസസ് പറഞ്ഞാലും ഒരിക്കലും ഉടനെ ചെന്ന് നമ്മൾ കാര്യങ്ങൾ ചെയ്തു കൊടുക്കരുത്. അവരെ ചെന്ന് കണ്ട് അവരെ സംബന്ധിച്ച് ഇത് നീ ചെയ്യണമെന്ന്, നിൻ്റെ ഡ്യൂട്ടിയാണ് എന്ന് പറഞ്ഞ് സ്ട്രിക്റ്റായിട്ട് തന്നെ അവരെയും കൊണ്ട് അത് ചെയ്യിപ്പിക്കാൻ പഠിപ്പിക്കണം. എന്നാൽ അവർ സന്തോഷത്തോടെ അവരുടെ ഫ്യൂച്ചറിൽ അവരുടെ പാർട്ട്നേഴ്സിനെ ഹെൽപ്പ് ചെയ്ത്, അല്ലെങ്കിൽ അവരൊരു ഓഫീസിൽ ജോലിക്ക് പോയാൽ തന്നെ അവർക്കൊരു ഇത് എനിക്ക് ചെയ്യാൻ പറ്റും, ഇത് എൻ്റെയും കൂടി ഒരു റെസ്പോൺസിബിലിറ്റിയാണ്, അല്ലാതെ ഇന്നത് അവർ ചെയ്യുക ഇന്നത് ഇവർ ചെയ്യുക എന്നൊരു കൺസെപ്റ്റൊക്കെ അവരുടെ മനസ്സിലുണ്ടാവത്തില്ല. അതൊരു നല്ല പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിനൂടെ അവരുടെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി കൂടി നമ്മൾ സഹായിക്കുവാണ് അവിടെ. അപ്പോൾ അവരോടൊരു അനുകമ്പയോ അല്ലെങ്കിൽ അവരോടൊരു ദയയോ അല്ലെങ്കിൽ അവരെ ഓവർ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട കാര്യമൊന്നും ഈ കാര്യത്തിലില്ല. എല്ലാ പേരൻസും ഇത് പ്രത്യേകം ശ്രദ്ധിച്ചാൽ ഫ്യൂച്ചറിൽ അവരുടെ ജീവിതം മനോഹരമായി തീരും, അവരുടെ പാർട്ട്നേഴ്സ് ഹാപ്പി ആയിരിക്കും, ഒരു ബുദ്ധിമുട്ടും അവർക്ക് ഫ്യൂച്ചറിൽ നേരില്ല. ഏത് സാഹചര്യത്തിലും അവർ വളരാൻ അവരെ നമ്മൾ പ്രാപ്തരാക്കിയെന്ന് നമുക്കും അഭിമാനിക്കാം ആസ് പേരൻസ്. അപ്പം ഇങ്ങനത്തെയുള്ള നോ പറച്ചിലുകളോട് നമ്മൾ ഒരിക്കലും സഹകരിക്കരുത്. നോ പറയുന്നവരോട് സ്പോട്ടിൽ യെസ് പറയിപ്പിക്കാൻ നമ്മൾ പഠിപ്പിക്കണം, പ്രത്യേകിച്ചും നമ്മുടെ കുട്ടികളെ. അവിടെ ആൺപെൺ വ്യത്യാസം പാടില്ല. അല്ലെങ്കിൽ ഇത് മോള് ചെയ്യേണ്ട, അല്ലെങ്കിൽ ഇത് മോൻ ചെയ്യേണ്ട, ഇത് മോളുടെ ഡ്യൂട്ടിയാണ്, മോള് മാത്രം ഇത് ചെയ്താൽ മതി, മോൻ മാത്രം. അതൊക്കെ പണ്ടത്തെ ചിന്താഗതിയാണ്. ഇപ്പം മോളും മോനും എല്ലാവർക്കും ഈക്വലാണ് അല്ലേ. മോനും മോളും എല്ലാം ഈവൻ ചെറിയ ഒരു പ്രായം മുതൽ ചെറിയ ചെറിയ
കുക്കിംഗ് പോലും നമ്മൾ അവരെ ശീലിപ്പിച്ചെടുക്കണം. അപ്പം അവർക്ക് ജീവിതത്തിൽ എന്താ പറയുക സന്തോഷമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും അല്ലേ. ഈക്വലി റെസ്പോൺസിബിൾ ആവും. ഒരു പ്രത്യേകിച്ച് വിവാഹ ജീവിതത്തിലേക്കൊക്കെ കിടക്കുമ്പം ഈക്വലി അവർ ജോലി അവർ ചെയ്യുന്ന ജോലിയോടൊപ്പം തന്നെ വീട്ടിൽ വന്നിട്ടാണെങ്കിലും ഈക്വലി ഓരോ ജോലികൾ സന്തോഷത്തോടെ ഏറ്റെടുക്കാൻ അവർ എന്താ പറയുന്നത് പ്രാപ്തരാകും. അപ്പം അങ്ങനെയുള്ള ഒരു തലമുറയാണ് ഇനി വരുന്ന ഒരു കാലത്ത് നമുക്ക് വേണ്ടത്. അല്ലാതെ ഇന്നയാൾ ഞാൻ ചെയ്യത്തില്ല, അവിടെ പിന്നെ പ്രശ്നമാവും, ഒരാൾ ചെയ്യാത്തപ്പോൾ മറ്റേയാളും ചെയ്യത്തില്ല, അവിടെ വലിയ വലിയ പ്രശ്നങ്ങൾ ഉരുവിട്ട് എന്താ പറയുന്നത് ഈ കാര്യങ്ങൾ ഡിവോഴ്സിലേക്ക് പോകും. അപ്പോൾ ഡൈവോഴ്സിലേക്കൊക്കെ പോകുന്ന ഇന്നത്തെ കാലത്തിലെ റീസൺസ് നമ്മൾ തന്നെ കണ്ടറിയുന്ന. അപ്പം അക്കാര്യങ്ങളിൽ നമ്മൾ എല്ലാ കുട്ടികളെയും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നമ്മളവരെ വളർത്തണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഏതെങ്കിലും അപ്പോൾ എല്ലാവരും തന്നെ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും വളർത്തുന്നതെങ്കിലും ഞാൻ ഒന്നുകൂടെ ഊന്നി പറയാണ്, അവർ നോ പറഞ്ഞാലും നോ നമ്മൾ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. അപ്പം എല്ലാവരും ഇതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ഞാൻ ഒന്നുകൂടെ റിമൈൻഡ് ചെയ്യിപ്പിക്കുവാണ്. അപ്പം എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇന്ന് ഇത്രയേ ഉള്ളൂ കേട്ടോ പറയാൻ. താങ്ക്